ഹലോ ഹായ് നമസ്കാരം. UVDV പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ UVDV സീരീസ് മറ്റൊരു ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ഈ വീഡിയോ സീരീസിൽ വരുന്ന വീഡിയോസിൻ്റെയൊക്കെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊരു പോഡ്കാസ്റ്റ് സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണി പോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനലിലേക്ക് ഈ സീരീസ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് അവിടെ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കാണണം, എന്നാലാണല്ലോ നമുക്ക് വീഡിയോ സീരീസ് അവിടെ ഇടാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടുള്ളൂ. അവിടെ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമായിരുന്നു. ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ, സിനിമാ പാട്ടുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ എ ഡെയിലി ബേസിസ് UVDV നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് അവിടെ കാണണം, എന്നാലാണ് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ആൻഡ് ഈ വർഷത്തെ അവസാനത്തെ UVDVയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 31-ാം തീയതിയാണ്. ഇന്നലത്തെ ദിവസം UVDV നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം 30-ാം തീയതിയിലത്തെ പത്രം അരിച്ചു പെറുക്കിയിട്ടും എനിക്ക് അങ്ങനെ വൻ സംഭവങ്ങളായി ഒരുപാട് സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ട് എന്ന് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 31-ാം തീയതിയിലത്തെ പത്രം കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന്. ഒരുപാട് പ്രാധാന്യമുള്ള സംഭവങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ് നമ്മളോട് വിട പറയാൻ തയ്യാറെടുത്തിരിക്കുന്നത്. അതിൽ ഇന്നലത്തെ പത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത്, എന്നാൽ വലിയ പ്രാധാന്യത്തോടുകൂടി അല്ലാതെ ഒരു ചെറിയ വാർത്ത എന്നുള്ള രീതിയിൽ ഒതുങ്ങിപ്പോയത്, സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് കൊടുത്തിട്ടുള്ള അപേക്ഷയാണ്. മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്ത് സ്പർശിക്കുകയും അതിനുശേഷം അവരെ, അല്ലെങ്കിൽ വനിതാ മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ആത്മവീര്യം കെടുത്തുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് തമാശ രൂപേണ പലതും വിളിച്ചു പറയുകയും അത് ചോദ്യം ചെയ്തവരോട് ആക്രോശിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രാഷ്ട്രീയ ജാഥ തന്നെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ഒടുവിൽ ജാമ്യമില്ലാത്ത വകുപ്പുള്ളതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ വരുന്ന ജനുവരി 17-ാം തീയതി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം വരികയാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട്, അതുകൂടി തടസ്സപ്പെടാതെ അദ്ദേഹം അവിടെ വേണമല്ലോ, അവിടെ ഉണ്ടാവണം ഏതൊരു അച്ഛനും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ളത്. 8-ാം തീയതിയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യം നടക്കുന്നത്. അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ, തനിക്ക് സംഭവിച്ചതൊരു തെറ്റാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 30-ാം തീയതിയിലത്തെ പത്രത്തിൽ കണ്ട 29-ാം തീയതി സംഭവിച്ച വളരെ രസമുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല. ഗവർണറാണെങ്കിൽ മറ്റു മന്ത്രിമാരോടും അവരുടെ ബന്ധുക്കളോടും ഒക്കെ സംസാരിച്ചു, പക്ഷേ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. മുഖ്യമന്ത്രി വിടുവോ? ചായ സൽക്കാരത്തിന് നിന്നിട്ടില്ല. മാത്രമല്ല ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗവർണറോടൊന്നും സംസാരിച്ചിട്ടില്ല. ഇവരിങ്ങനെ പിണക്കം നടിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വഴക്കിട്ടതിന് ശേഷം അവർ മിണ്ടാതെ പിണങ്ങി തിരിഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ അവരുടെ ടീച്ചേഴ്സ് എന്താണ് പറയുക? മക്കളെ, നിങ്ങൾ പിണങ്ങരുത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്ക്, സൗഹൃദമാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ പറയുമല്ലോ. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പൗരന്മാർ, അവർ തമ്മിൽ, അതും പ്രായത്തിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, രാഷ്ട്രീയപരമായ വേർതിരിവുകളും ചിന്തകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഒരുപാട് ആളുകൾ കണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയിൽ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ പിണങ്ങി മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്, ഈ വാർത്ത വരുമ്പോൾ മിണ്ടാതെ നിന്ന, പിണങ്ങി പരിഭവിച്ച് നിന്ന ഗവർണറോട് കുശലം അന്വേഷിച്ച് മുഖ്യമന്ത്രി എന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി അതൊരു മാതൃകയാവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFIക്കാരും KSUക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ ഒരു ബെഞ്ചിൽ നമ്മളിങ്ങനെ നിരന്നിരിക്കുന്ന സമയത്ത് അവിടെ നമ്മളത് കാണിക്കില്ല. നമുക്ക് രാഷ്ട്രീയപരമായ വേർതിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മനുഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും മാറ്റി നിർത്താതിരിക്കാനും നമുക്ക് പറ്റണമല്ലോ. പിന്നെ പലപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന കാര്യമാണ് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകൾ തമ്മിൽ വഴക്കിടുന്നത്. അതിനെയൊക്കെ ഒരു കോമഡിയാക്കി കാണിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ചാനലുകളിലൊക്കെ ഒരുപാട് ട്രോൾ പരിപാടികളൊക്കെ ഉള്ളതാണ്. അവർ മിക്കവാറും ഇതിൻ്റെ വിഷ്വൽസ് എടുത്ത് വെച്ച് അത്തരം വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 30-ാം തീയതിയിലത്തെ പത്രം നമ്മൾ മടക്കി വെക്കുകയാണ്. 31-ാം തീയതിയിലത്തെ പത്രം, ഈ വർഷത്തെ ലാസ്റ്റ് പത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെട്രോൾ പമ്പ് സമരം നടക്കുന്നു എന്നുള്ളതാണ്. 31-ാം തീയതി രാത്രി 8 മണി മുതൽ 1-ാം തീയതി രാവിലെ 6 മണി വരെയാണ് ഈ സമരം നടക്കുന്നത്. ആദ്യം തോന്നുന്നത് എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്നുള്ളതായിരിക്കും. അത് പെട്രോളൊക്കെ അടിച്ച് സുരക്ഷിതമാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണല്ലോ. മാത്രമല്ല ന്യൂ ഇയർ രാത്രി നമ്മൾ എവിടെയെങ്കിലും ആഘോഷിക്കാൻ ഒരു സ്ഥലത്ത് പോവുക, അവിടെ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു പെട്രോൾ പമ്പ് സമരം അത്ര വലിയ ബുദ്ധിമുട്ടായി മാറില്ല. അതുകൂടാതെ KSRTCയുടെയും സപ്ലൈകോയുടെയും പമ്പുകൾ തുറക്കും. തിരുവനന്തപുരത്തൊരു സപ്ലൈകോ പമ്പുണ്ട് സ്ഥിരമായി പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന, വെള്ളമ്പലം ജംഗ്ഷൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചും ഇതൊരു വിഷയമായിട്ട് തോന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പെട്രോൾ പമ്പ് സമരം എന്തിനാണ് എന്നുള്ളതാണ്.
ഈ കഴിഞ്ഞു പോകുന്നൊരു വർഷം മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന, രാത്രി കാലങ്ങളിൽ മാത്രമല്ല പകലും സംഭവിക്കാറുണ്ട്, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെ, പെട്രോൾ പമ്പുകൾക്കെതിരെ ആക്രമണങ്ങൾ കുറേ നടന്നിട്ടുണ്ട്. ഇത് തടയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ സമരം. പലപ്പോഴും നമ്മൾ സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സൗകര്യം ഏതൊക്കെയാണ് ബ്ലോക്ക് ആവുന്നതെന്ന് ആലോചിക്കും, പക്ഷേ സമരം എന്തിനാണ് എന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഈ ആക്രമണങ്ങളുടെ പരിപാടി പറഞ്ഞപ്പോൾ ആദ്യം രാത്രി പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും അത്തരം ആക്രമണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പുകൾ, CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് രാത്രി കാലങ്ങളിലൊക്കെയാണ്. രാത്രി ആകുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾക്ക് ആവേശമൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ഒരു പൊതു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മാന്യരായി അടിപൊളിയായിട്ടൊക്കെ നടക്കുക, വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് ദ്രാവക രൂപത്തിലോ അല്ലെങ്കിൽ വാതക രൂപത്തിലോ എന്ത് സാധനം വേണമെങ്കിലും അടിക്കാം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഈ പെട്രോൾ പമ്പുകളിലും അതുപോലെ തട്ടുകടകളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്. അവരവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവിടെ ഇത്തരം ആളുകൾ വരാനുള്ള സാധ്യതകളും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശം, നേരത്തെ നമ്മൾ സുരേഷ് ഗോപിയുടെ കേസ് പറഞ്ഞു, മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ അവർക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യത്തിൽ ഒരു സ്പർശനം ഉണ്ടാകുമ്പോൾ ഇത്രയധികം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവരെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ സുരക്ഷ അത് ഉറപ്പാക്കേണ്ടത് തീർച്ചയായും ആവശ്യമാണ്. ഈ സമരം വെറുതെ നടന്നുപോയ ഒരു സമരം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാതെ വേണ്ടപ്പെട്ടവർ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? പിന്നെ ഒരു രസമുള്ള കാര്യം എന്താ പറയുക, മനോരമയുടെ ഫ്രണ്ട് പേജാണ്. അതായത് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഉജ്ജ്വല സൗജന്യ ഗ്യാസ് വിതരണ പദ്ധതിയിൽ 10 കോടി കണക്ഷൻ തികഞ്ഞ വീട്, അതായത് ഈ ഗ്യാസ് കണക്ഷൻ പദ്ധതിയിൽ 10 കോടി ഗ്യാസ് കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞു. ആ കറക്റ്റ് 10 കോടി തികഞ്ഞ വീട്ടിൽ പുള്ളി ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൃഹനാഥ മാജിയിൽ നിന്ന് ചായ വാങ്ങി കുടിച്ച പ്രധാനമന്ത്രി. ഒന്നാമത്തെ കാര്യം, ആ ഫോട്ടോയ്ക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ എന്തോ ഒരു സാധനം കൈ നീട്ടി ഇങ്ങനെ എടുക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴത്തെ, അതായത് ആ ഫോട്ടോയുടെ കഷ്ണമാണെന്ന് നമുക്ക് തോന്നുന്ന പോലെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഖേൽ രത്ന അവാർഡുകൾ വിനേഷ് ഫോഗട്ട് വഴിയിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടി പെട്ടെന്ന് കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത് രണ്ടും രണ്ട് കാര്യമാണെന്ന്. ഓൾറെഡി പല നടപടികളും എടുത്തല്ലോ, പിന്നെ ഇവരെന്തിനാണ് ഈ പുരസ്കാരങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ അടുപ്പക്കാരനായ ശരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ഗുസ്തി ഫെഡറേഷൻ്റെ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വീണ്ടും വഞ്ചിതരാകുന്നു എന്ന തോന്നൽ താരങ്ങൾക്കുണ്ടായത്. സഞ്ജയ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പിന്തുണയുമായി ഒളിമ്പിക് മെഡൽ ജേതാവ് ബജ്രംഗ് പൂനിയ പത്മശ്രീ പുരസ്കാരം കർത്തവ്യപഥിൽ ഉപേക്ഷിച്ചു. ഒരു സ്പോർട്സ് ഐറ്റത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ച് ട്രെയിൻഡായി, ഇതൊക്കെ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു സ്പോർട്ടാണ്. അങ്ങനെ ഒരു സ്പോർട്സ് ഐറ്റത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ മത്സരിച്ച് രാജ്യത്തിന് പേരുണ്ടാക്കി, അതിൻ്റെ പേരിൽ രാജ്യം അവർക്ക് നൽകിയ പുരസ്കാരങ്ങൾ അവർ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നു. വേണമെങ്കിൽ നിങ്ങളെടുത്തോ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകണമെങ്കിൽ അതൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സാധനമുള്ളൂ. ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിയുമ്പോൾ നമ്മളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്നൊന്നും ഇവരാരും വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മൊത്തത്തിൽ നമ്മളൊന്ന് കാര്യങ്ങളെ അപഗ്രഥിച്ച് നിഗമനങ്ങളിൽ എത്തേണ്ടതുണ്ട്. കേവല രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ചിന്തിച്ച് നിഗമനങ്ങളിലേക്ക് എത്തണം. അതുപോലെ മറ്റൊരു സംഭവം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഹെലി ടൂറിസം പദ്ധതി, അതിനെക്കുറിച്ച് തൊട്ട് മുമ്പത്തെ UVDV വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസംബർ 29 വീഡിയോ. അപ്പോൾ അതിൽ പറഞ്ഞ ആ ഹെലി ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇവർ വീണ്ടും കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ മൊത്തം പ്രകൃതി ഭംഗി ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിക്കാവുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാന ടൂറിസം വകുപ്പ് സ്വകാര്യ സംരംഭകരുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം. കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ് ഞാനിപ്പോഴും സംശയിക്കുന്നത്. നമുക്ക് കാണാം, കാത്തിരിക്കാം. നാട്ടിലൊരുപാട് ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ഈ പരിപാടി ഒന്ന് ഉപയോഗിച്ച് ഇതിൻ്റെ വീഡിയോയും മറ്റ് വിഷ്വൽസും ഇതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ സത്യസന്ധമായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച്, അപ്പോൾ വേണമെങ്കിൽ നമുക്കും വർഷത്തിലൊരിക്കൽ വല്ല ദുബായിക്കോ നേപ്പാൾക്കോ പോട്ടെ ഹിമാലയത്തിലോ ഒക്കെ ട്രിപ്പ് അടിക്കുന്ന പോലെ കേരളത്തിൻ്റെ മൊത്തം ഭംഗി ഒറ്റ ദിവസം കൊണ്ട്, നമുക്ക് തന്നെ അത് പറ്റാറില്ലല്ലോ. നമ്മളൊക്കെ എത്ര കാലമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. കേരളത്തിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം പോസിബിളാണ് എന്നുള്ളത് വരട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിദേശത്ത് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ആദ്യം ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഈ പരിപാടി ഒരു വിജയമാവും, നമുക്ക് നമ്മുടെ നാടിൻ്റെ ശരിക്കുള്ള ഭംഗി ശരിക്കും ഫുള്ളായിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ ഏറ്റവും ലാസ്റ്റ് മനോരമയുടെ ഞായറാഴ്ച സപ്ലിമെൻറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, സംവിധായകൻ പ്രിയനന്ദനൻ ഒരുക്കിയ ദബാരി കുരുവി എന്ന് പറയുന്ന സിനിമ. കുരുവിയല്ല, ക്യുരുവിയാണ്. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു IFFKക്ക് പ്രിയനന്ദനൻ സാറിൻ്റെ ഒരു ബൈറ്റ് എടുത്തപ്പോൾ, സൗണ്ട് റെക്കോർഡ് ചെയ്തപ്പോൾ അദ്ദേഹം ഈ സിനിമയുടെ പേരൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇതിനെക്കുറിച്ച് പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ സിനിമ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരുപാട് ഫെസ്റ്റിവലുകൾക്കൊക്കെ പോയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ വരുന്ന 5 ജനുവരി 5 സിനിമ
റിലീസാവുകയാണ്. സിനിമ സാമ്പത്തികമായി എത്ര വലിയ വിജയമാവുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് പ്രിയനന്ദൻ സാറും ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് 50 കോടി ക്ലബ്ബിലെത്താനുള്ള സിനിമയാണ് എന്ന് വിചാരിച്ചായിരിക്കില്ല റിലീസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ റിസോഴ്സിന് ഉപയോഗിക്കുക? കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? അവരെങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക ക്യാമറയുടെ മുമ്പിൽ? ഇതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. പ്ലസ് ഇതെന്താണ് വിഷയം സംസാരിക്കുന്നത് എന്നറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ആദിവാസി കേന്ദ്രങ്ങളിൽ മൾട്ടിപർപ്പസ് സെൻറ്ററുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നൊരു വാർത്തയാണ്. 152 വിവിധോദ്ദേശ കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നത് PM ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ പോവുകയാണ്. അതിദുർബല ആദിവാസി കേന്ദ്രങ്ങളിൽ മൾട്ടിപർപ്പസ് സെൻറ്ററുകൾ വരുന്നു. സംസ്ഥാനത്ത് 152 കേന്ദ്രങ്ങളിലാവും ഈ വിവിധോദ്ദേശ കേന്ദ്രങ്ങൾ തുടങ്ങുക. അങ്കണവാടി, ആരോഗ്യ കേന്ദ്രം, ഓഫീസ് മുറികൾ, കോൺഫറൻസ് ഹാൾ, ശുചിമുറി തുടങ്ങിയവ അടങ്ങിയ കെട്ടിട സമുച്ചയമാകും നിർമ്മിക്കുക. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ആദ്യ സംരംഭമാണ് ഈ മൾട്ടിപർപ്പസ് സെൻറ്ററുകൾ. ഞാൻ ആലോചിക്കുന്നത്, ഇതുപോലെ മൾട്ടിപർപ്പസ് സെൻറ്ററുകൾ, ഇത്തരം ആശയങ്ങൾ ഇത് നടപ്പിലാക്കുക ഇത്രയും കാലം എടുക്കുന്നുണ്ടോ ഇതൊക്കെ ആലോചിക്കാൻ വേണ്ടി? പദ്ധതി നടപ്പിലാവുന്നതല്ല, ഇത്തരം ഒരു പദ്ധതി രൂപീകരിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ. ആൻഡ് ഇതിലെ ഏറ്റവും വലിയ ചോദ്യം, ഇത് എത്രത്തോളം വിജയകരമാവുന്നു? ഈ പദ്ധതിയുടെ പൂർണ്ണമായ ഉപയോഗങ്ങൾ അത് എത്തേണ്ട ആളുകളിലേക്ക്, അതിദുർബല ആദിവാസി കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ആളുകളിലേക്ക് ഇതെങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പദ്ധതികൾ പൂർണ്ണമായും വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് വിത്ത് തെളിവ് അതൊക്കെ കാണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഭരിക്കുന്ന പാർട്ടികൾ, അത് ഏത് പാർട്ടിയാണെങ്കിലും, നമുക്ക് അവരോടൊരു സ്നേഹ കൂടുതലുണ്ടാവും. അടുത്ത തവണയും അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും, അല്ലേ? അതൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ UVDV ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറച്ച് ഷോർട്ടായി പോയി എന്നെനിക്കറിയാം. ആൻഡ് ഉണ്ണി പോട്ട്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതല്ല, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.